നമ്മൾ ദിവസവും കയറുന്ന ഒരിടമാണല്ലോ ടോയ്ലറ്റ് അഥവാ ശൗചാലയം എന്ന് പറയുന്നത്. ഈ ടോയ്ലറ്റിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ 10 കാര്യങ്ങളുണ്ട്. ശൗചാലയത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ അതിലൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കൊടിയ ദാരിദ്ര്യം അതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇപ്പൊ ശൗചാലയത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കയറുമ്പോൾ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. ഏതൊക്കെയാണ് 10 കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ദുആ വസിയത്തുകൾ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. പല ആഗ്രഹങ്ങൾ, പല ആവശ്യങ്ങൾ, പല വിഷമങ്ങൾ, പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വസിയത്ത് ചെയ്തവരുടെ എല്ലാവിധ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങൾക്കും പടച്ച തമ്പുരാൻ പരിഹാരം ചെയ്തു കൊടുക്കട്ടെ. ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ഈ മജ്ലിസ് കാണുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. യഥാർത്ഥ ഇൽമിന്റെ സദസ്സിൽ നിന്ന് എന്താണോ പ്രതിഫലം ലഭിക്കപ്പെടുന്നത് അതേപോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദിവസവും കയറുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്, ശൗചാലയം എന്ന് പറയുന്നത്. ഈ ശൗചാലയത്തിലെ നമ്മൾ 10 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് ചെയ്തു കഴിഞ്ഞാലോ ജീവിതത്തിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് എടുത്തു മാറ്റും, ഐശ്വര്യം എടുത്തു മാറ്റും. പിന്നീട് ആ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ലാതായി മാറും എന്നുള്ളതാണ്. നമുക്കറിയാം, പിശാചിൻ്റെ, ഇബ്ലീസിൻ്റെ, ശൈത്വാനിൻ്റെ വീടാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് എങ്ങനെയാണോ വീട്, ഭവനമുള്ളത്, അതുപോലെയാണ് പിശാചിന് ബാത്റൂം, ടോയ്ലറ്റ് എന്നുള്ളത്. കാരണം മനുഷ്യർ അവരുടെ വിസർജ്യങ്ങൾ ഇറക്കി വെക്കുന്ന, ഒഴിവാക്കുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്. അവിടെയാണ് പിശാചിൻ്റെ ഉറവിടവും പിശാച് താമസിക്കുന്ന വാസസ്ഥലവും അതാണ്. അപ്പോൾ ഈ ശൗചാലയത്തിന് ഒരുപാട് മര്യാദകൾ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊക്കെയാണ് മര്യാദകൾ? നമുക്കറിയാം. ശൗചാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇടത് കാലുകൊണ്ടാണ് കയറേണ്ടത്, അല്ലേ? വലത് കാലുകൊണ്ട് കയറാൻ പാടില്ല, ഇടത് കാലുകൊണ്ട് കയറണം. കയറുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന ദുആയുണ്ട്, ആ ദുആ പറഞ്ഞ് കയറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന് നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലെ മദ്രസകളിൽ വെച്ച് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ദുആയാണ്. അപ്പോൾ ശൗചാലയത്തിലേക്ക് കയറുമ്പോൾ ഈ ദുആയൊക്കെ പറഞ്ഞിട്ട് കയറണം. കയറിയിട്ട് എങ്ങനെയാണ് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കേണ്ടത്? ഇടതുവശം ചരിഞ്ഞിട്ടാണ് ഇരിക്കേണ്ടത്, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല രൂപത്തിൽ, ഒന്നാമത്തെ കാര്യം സുന്നത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പിന്നീട് ഇപ്പോഴുള്ള സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഈ ഇരുത്തം, ഇടതുവശത്തേക്ക് ചരിഞ്ഞുള്ള ഇരുത്തം നല്ലതുപോലുള്ള മലബന്ധമില്ലായ്മ പോലെ, മലം നല്ലതുപോലെ പുറത്തേക്ക് പോകുന്നതിന് തടസ്സമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നൊക്കെ ഇപ്പോഴുള്ള പുതിയ പഠനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ടോയ്ലറ്റിൽ, ശൗചാലയത്തിൽ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം പഠിച്ചു വെച്ചു പ്രിയപ്പെട്ടവരെ. നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ അധിക നേരം ഇരിക്കാൻ പാടില്ല. കാര്യം കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞിട്ട് മൊബൈലിലൊക്കെ ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന ഒരവസ്ഥ, അത് പാടില്ല. അധിക നേരം ഇരിക്കൽ കരൾ രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ്.
കരൾ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ശൗചാലയത്തിൽ അധികമായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മൂത്രമൊഴിച്ചിട്ട്, എങ്ങനെ ആ ശൗചാലയത്തിൽ നിന്ന് മൂത്രമൊഴിച്ചിട്ട് അതിലേക്ക് തുപ്പുക എന്നുള്ളത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട്, ക്ലോസറ്റിൽ തുപ്പുന്ന ഒരവസ്ഥ. ഒരിക്കലും അത് പാടില്ല. നമ്മുടെ പല്ല് മഞ്ഞയാകാൻ അതൊരു കാരണമാകും. അതുപോലെ തന്നെ അലർജി പോലുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ അതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്ന് പഠനങ്ങളിൽ കാണാൻ പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ കാര്യം, നമ്മളൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം, ഈ ടോയ്ലറ്റിൽ വെച്ച് പല്ല് തേക്കാൻ പാടില്ല എന്നുള്ളതാണ്. ടോയ്ലറ്റിൽ വെച്ച് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, തീക്കനലിൽ മൂത്രമൊഴിക്കാതിരിക്കുക. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഈ ശൗചാലയത്തിൽ പോകുന്ന മൂത്രമൊഴിക്കുക എന്നുള്ളൊരു കാര്യം ഇതിൽ പെട്ടത് കൊണ്ട് പറയാണ്. തീക്കനലിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ വുളൂ ചെയ്യുന്നൊരവസ്ഥ. ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ടോയ്ലറ്റിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൗചാലയമായിട്ടും മറ്റൊന്ന് ബാത്റൂമായിട്ടും. അത് പ്രശ്നമില്ല. നേരെ മറിച്ച് ടോയ്ലറ്റായിട്ട് മാത്രം ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്ത്, രണ്ടിനും ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്ത് വുളൂ ചെയ്യാവുന്നതാണ്. ഈ ടോയ്ലറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്ത് വുളൂ ചെയ്യാൻ അത് നല്ലതല്ല എന്ന് പഠനങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി ആറാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ടോയ്ലറ്റിൽ അമിതമായി സംസാരിക്കുക എന്നുള്ളത്. ചില ആളുകൾ ഫോൺ കൊണ്ട് ടോയ്ലറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരം, ഓഫീസ് കാര്യങ്ങളാകാം, പലർക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഈ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെയാണ് ഇരുന്ന് ധാരാളമായി സംസാരിക്കുന്നത്, ഫോൺ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അത് നല്ലതല്ല എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആറാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ധാരാളമായി സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഏഴാമത്തെ കാര്യം, നമ്മൾ വിസർജിച്ച ആ വിസർജ്യത്തിൽ നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. കാര്യം എന്തെങ്കിലും അസുഖമുണ്ടോ എന്നറിയാൻ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയുന്നു. അപ്പോൾ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതിന് നോക്കാം. അല്ലാതെ ആവശ്യമില്ലാതെ ചുമ്മാ വെറുതെ നോക്കൽ അത് പാടില്ല. അത് നല്ലതല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിസർജ്യത്തിൽ നമ്മൾ നോക്കാൻ പാടില്ല. അത് ബറക്കത്തിനെടുത്ത് മാറ്റും. നേരത്തെ പറഞ്ഞതുപോലുള്ള ദാരിദ്ര്യമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിസർജന സമയത്ത് നമ്മുടെ മൂക്ക് വൃത്തിയാക്കാം. അത് പാടില്ല. വിസർജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൂക്ക് വൃത്തിയാക്കാൻ പാടില്ല. മൂക്ക് വൃത്തിയാക്കാൻ മറ്റു സമയങ്ങളുണ്ട്. കുളിക്കുമ്പോൾ സമയമുണ്ട്, വുളൂ ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സമയത്തൊക്കെ മൂക്ക് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. നേരെ മറിച്ച് വിസർജിക്കുന്ന സമയത്ത് മൂക്ക് വൃത്തിയാക്കരുത്. അത് ദാരിദ്ര്യത്തിന് കാരണമാകും. ഒൻപതാമത്തെ കാര്യം, ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിക്കും, ഉസ്താദേ നമ്മളൊന്നും ടോയ്ലറ്റിൽ കയറി ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ല. ചില ആളുകളുണ്ട്, വായിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിയിട്ടുണ്ടാവില്ല, ചവച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ബാത്റൂം പോകാൻ തോന്നി, എന്ത് ചെയ്യും? ആ ചവച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പോയി എന്ത് ചെയ്യാണ്, ബാത്റൂമിലും ആ വിസർജ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, വായിൽ ചവച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ദാരിദ്ര്യമുണ്ടാക്കാൻ ഇടയാകുന്ന കാര്യമാണ്. ഒരിക്കലും ബാത്റൂമിൽ വെച്ച് വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പത്താമത്തെ കാര്യം, അകാരണമായി ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ ചുമ്മാ കയറുക ഇറങ്ങുക, ഓടി നടക്കുക, കയറുക ഇറങ്ങുക, അല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്തിരിക്കാതെ ചുമ്മാ വെറുതെ നടക്കുക. അവർക്ക് ഇബ്തുലിയൽ വസ്വാസ, അവർക്ക് വസ്വാസിനെ കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കപ്പെടുമെന്നാണ് കിതാബുകളിൽ കാണാൻ പ്രിയപ്പെട്ടവരെ. ആവശ്യമില്ലാതെ ടോയ്ലറ്റുകളിൽ അമിതമായിട്ട് വെറുതെ കയറുക, നടക്കുക, ഓടുക, ചുമ്മാ വെറുതെ ഇങ്ങനെ ടോയ്ലറ്റിൽ കയറി ഇറങ്ങുന്ന ആളുകൾക്ക് വസ്വാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ കൂടുതലും അമിതമായി ബന്ധപ്പെടുന്നത് ടോയ്ലറ്റ് എന്ന് പറയുന്ന പിശാചിന്റെ വാസസ്ഥലവുമായിട്ടാണ്. അതിനാലാണ് അവനിക്ക് വസ്വാസ് കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ഒരു കാരണവശാലും ആ 10 കാര്യങ്ങൾ ടോയ്ലറ്റിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് പാടെ ഒഴിവാക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്തായ രീതിയിൽ ഇടതുകാല് വെച്ച് കയറുക, പെട്ടെന്ന് കാര്യം നടക്കുക. ചിലപ്പോൾ വിസർജിക്കാൻ കുറച്ച് സമയതാമസം എടുക്കുന്ന ആളുകൾ ഉണ്ടാകാം, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് അങ്ങനെ വിസർജ്യം പോയതിനു ശേഷവും വെറുതെ ഇരിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ വിസർജ്യം പോയി നമുക്ക് ആശ്വാസം റാഹത്തായി കഴിഞ്ഞാൽ പിന്നീട് നല്ലതുപോലെ ശുദ്ധീകരണം നടത്തിയതിന് ശേഷം എഴുന്നേറ്റ് എന്ത് ചെയ്യുക? അൽഹംദുലില്ലാഹില്ലദി
അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദുആയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. വലിയ പ്രതിഫലമാണ്, വലിയ സുന്നത്തിൻ്റെ കൂലി കിട്ടുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുക, അതുപോലെ ചെരുപ്പ് ധരിക്കുക. ഇങ്ങനെ ഉണങ്ങുന്ന സുന്നത്തുകളൊക്കെയും മുറുകെ പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനും വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. കാരണം മുത്തുനബിയുടെ സുന്നത്താണ് അവിടെ നമ്മൾ ഹയാത്താക്കിയിരിക്കുന്നത്. ആ ഹയാത്താക്കപ്പെട്ട സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചതിൻ്റെ കാരണമായിട്ട് അള്ളാഹു വലിയ പ്രതിഫലം അതിലൂടെ നമുക്ക് തരുന്നതാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.